പാടില്ലാത്ത വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഭാര്യ പറഞ്ഞില്ല. കുറെ വർഷം കഴിഞ്ഞാണ് അറിഞ്ഞത്. സിനിമാ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന ഗിന്നസ് പക്രുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഏവർക്കും അറിയാവുന്നതാണ്. കരിയറിനൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം ഗിന്നസ് പക്രു നയിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് ഇദ്ദേഹത്തിന് രണ്ടാമത്തെ മകൾ പിറന്നത്. താൻ വിവാഹിതനായ സാഹചര്യത്തെക്കുറിച്ചും അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഗിന്നസ് പക്രു ഇപ്പോൾ. സൈന സൗത്ത് ബ്ലൗസുമായുള്ള അഭിമുഖത്തിലാണ് ഗിന്നസ് പക്രു മനസ്സ് തുറന്നത്. ഭാര്യ ഗായത്രി മോഹൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ച് നടൻ സംസാരിച്ചു. അവന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു, പെങ്ങന്മാരൊക്കെ അയച്ചു, വീടൊക്കെ വെച്ചു, ഇനി അവനൊരു പെൺകുട്ടിയെ നോക്കണം എന്ന് അമ്മ അടുത്ത് താമസിക്കുന്ന ചേച്ചിയോട് പറഞ്ഞു. അവർ പോയി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞു. ഈ പെൺകുട്ടിക്ക് വേണ്ടിയല്ല പറയുന്നത്, ഇവരുടെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയാനാണ്. ഒരു തമാശ പോലെ അവരുടെ വീട്ടിൽ അത് ആദ്യം വീഴുന്നു. എല്ലാവരും ചിരിച്ചു. പിന്നീട് കാര്യങ്ങൾ സീരിയസ് ആയി. ആ ചിരിയാണോ കാരണം എന്നറിയില്ല. അത് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ് പുള്ളിക്കാരി റിസൾട്ടും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആദ്യം തമാശയായെങ്കിലും പുള്ളിക്കാരി സീരിയസ് ആണെന്ന് വീട്ടിൽ അവതരിപ്പിച്ചു. എതിർപ്പുകൾ വന്നു. എനിക്ക് ഭയങ്കരമായ താല്പര്യമുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം വീട്ടുകാർ തീരുമാനിക്കുകയാണ് ചെയ്തത്. അന്ന് ഞാൻ അറേഞ്ച് മാരേജിന് എതിരായി നിൽക്കുകയാണ്. ആ സമയത്ത് ചാനലിൽ നിന്ന് ലവ് ലെറ്റർ വരുന്ന കാലമാണ്. ചേട്ടന്റെ നീളക്കുറവാണ് എനിക്കിഷ്ടം എന്നൊക്കെയുള്ള കുടുംബം ആലോചിച്ച് കല്യാണം കഴിപ്പിക്കുന്ന കാര്യം എന്റെ ചിന്തയിലേ ഇല്ലായിരുന്നെന്നും ആലോചന ശരിയാണോ സത്യമാണോ എന്നറിയാൻ ആദ്യം വീട്ടുകാരെയാണ് വിട്ടത്. വീട്ടുകാർ പോയി വീടൊക്കെ കണ്ട് ഇവരോട് സംസാരിച്ചു. എന്നെപ്പറ്റി ചില ധാരണകളൊക്കെ കൊടുത്തു. ഞാൻ ചെന്ന് എന്റെ 2 മണിക്കൂർ ഇന്റർവ്യൂ ആയിരുന്നു. അതേക്കുറിച്ച് ഇപ്പോഴും ഭാര്യ പറയും, പറഞ്ഞതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന്. കാരണം ഞാൻ പറഞ്ഞത് മുഴുവൻ എന്നെ നെഗറ്റീവായിരുന്നെന്നും ഗിന്നസ് പക്രു വ്യക്തമാക്കി. വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമാകുന്നു. അവരുടെ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾ പോലും വിവാഹത്തിന്റെ പേരിൽ ഭയങ്കരമായ കുത്തുവാക്കുകൾ പറഞ്ഞിരുന്നു. പറയാൻ പാടില്ലാത്ത വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞത് 15 ദിവസം തികക്കില്ലെന്നാണ്. പക്ഷെ അതെല്ലാം ഞാൻ കുറെ വർഷം കഴിഞ്ഞാണ് അറിയുന്നത്. കാരണം എന്നോട് പറഞ്ഞാൽ എനിക്ക് വിഷമമായെങ്കിലോ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് വാശി വന്നതും ഗിന്നസ് പക്രു വ്യക്തമാക്കി. വിവാഹശേഷം കുഞ്ഞുണ്ടാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അവിടെയും ദൈവം തനിക്കൊപ്പം നിന്നു. ആദ്യത്തെ കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര പ്രശ്നമായി. മകൾ ജനിച്ചപ്പോൾ ആ കുട്ടി തന്നെ തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നിയതെന്നും ഗിന്നസ് പക്രു വ്യക്തമാക്കി.